എല്ലാവർക്കും നമസ്കാരം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. 100% നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് സാധാരണ പബ്ലിക് എക്സാമിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടുവരാറുള്ളത്. അത് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് റേഞ്ചിൽ വരുന്നൊരു ക്വസ്റ്റ്യൻ ആവും. സോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, ഒരു സംശയവും വേണ്ട. വളരെ നിഷ്പ്രയാസം സോൾവ് ചെയ്യാൻ കഴിയുന്ന ക്വസ്റ്റ്യനാണ് ഇതിൽ നിന്ന് ചോദിക്കുക. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് മാത്രം. ഓക്കെ, സോ ഏതൊരു ക്വസ്റ്റ്യൻ എടുത്താലും നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രൊസീജിയർ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ആ പ്രൊസീജിയർ ആദ്യമേ തന്നെ പഠിച്ചു വെച്ചാൽ ഈ ഒരു ചാപ്റ്റർ നമുക്ക് വളരെ നിഷ്പ്രയാസം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനുമുമ്പ് എന്താണ് സംഭവം എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? ജി പിയാനോ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റീഷ്യനാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻവെൻഷൻസ് ഒക്കെ നടത്തുന്നത് അദ്ദേഹമാണ്. സോ അപ്പോൾ നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത് ആദ്യമേ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റുകൾ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്, അല്ലെങ്കിൽ ഒരു പ്രൂഫ് ടെക്നിക്കായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു എന്നിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം, ഗോസിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഇക്വേഷനാണ് ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ 1 + 2 + 3 + etc. + n = n × n + 1/2. ഇതാണ് ഗോസ് കണ്ടുപിടിച്ച വളരെ പ്രശസ്തമായ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല. അത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ ഒരു ഇക്വേഷൻ, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ എങ്ങനെ പറയും? അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് മെത്തേഡുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് n = 1 ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവണം. അതാണ് അതിൻ്റെ ഫസ്റ്റ് റൂള് പറയുന്നത്. 3 റൂൾസാണ് നമ്മൾ പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് റൂൾ ഇതാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് P of n ആണെന്ന് വിചാരിക്കുക. P of n ആണെന്ന് വിചാരിക്കുക നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. P of 1 എന്താവണം? ട്രൂ ആവണം. ശ്രദ്ധിച്ചിരിക്കുക, P of 1 എന്താവണം? ട്രൂ ആവണം. അതാണ് നമ്മുടെ ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ദെൻ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് അസ്യൂം P of k is true. P of k is true. P of k ട്രൂ ആണെന്ന് എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. Then prove that or verify P of k + 1 is true. P of k + 1 is true. ഇത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹെൻസ് ബൈ PMI. ഇത് മൂന്നും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഹെൻസ് ബൈ PMI. PMI എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് n. n എന്ന് പറയുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിരിക്കും. സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇനി ഇത് തിയററ്റിക്കലി എങ്ങനെയാണ് സംഭവം എന്ന് നമ്മളൊന്ന് പറയണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ഉദാഹരണം നമ്മൾ പറയാം. സാധാരണ ടീച്ചേഴ്സൊക്കെ പറയാറുള്ള ഒരു ഉദാഹരണമാണ്. ഒരുപാട് സൈക്കിളുകൾ നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്കിനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം നിങ്ങൾക്ക് സ്കൂൾ തന്നെയാണ് ഏറ്റവും നല്ല രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതി. നിങ്ങൾ സ്കൂളിൽ സൈക്കിളിലാണ് പോകുന്നതെന്ന് വിചാരിക്കുക. എല്ലാവരും ഒരുപാട് കുട്ടികൾ സൈക്കിളിൽ വരുന്നവരുണ്ട്. അപ്പോൾ ആ സൈക്കിളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതായത് സൈക്കിൾ നിരത്തി വെച്ചിരിക്കുന്ന പോലെ നിങ്ങൾ വിചാരിക്കുക. നിങ്ങളുടെ സ്കൂളിലെ തന്നെ ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. ഒരു സൈക്കിൾ നമ്മൾ തള്ളിയിടുകയാണെങ്കിൽ വരിയായിട്ട് ആ ഒരു നിരയിലിരിക്കുന്ന എല്ലാ സൈക്കിളുകളും താഴെ വീഴും. ശരിയല്ലേ? നിങ്ങൾക്കറിയാം. ശ്രദ്ധിച്ചിരിക്കുക, ആദ്യത്തെ സൈക്കിൾ ഞാൻ തള്ളിയിട്ടു. 52ാമതിരിക്കുന്ന സൈക്കിളും വീണു എന്ന് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. ആദ്യത്തെ സൈക്കിൾ ഞാൻ തള്ളിയിട്ടെന്ന് ഞാൻ ഉറപ്പ് വരുത്തി. ഓക്കെ, ആദ്യത്തെ സൈക്കിൾ വീണു. അപ്പം വരിയായിട്ട് സൈക്കിളുകൾ വീണുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 100 സൈക്കിളുകളോ മറ്റോ ഉണ്ടെന്ന് വിചാരിക്കുക. 52ാമതിരിക്കുന്ന സൈക്കിള് വീണു എന്ന് ഞാൻ വിചാരിക്കുന്നു. അസ്യൂം ചെയ്യുകയാണ്, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ വിചാരിക്കുകയാണ് 52ാമതിരിക്കുന്ന സൈക്കിൾ വീണു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 53ാമതിരിക്കുന്ന സൈക്കിളും കൂടെ വീണു എന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെയാണെങ്കിൽ
സൈക്കിള് മൊത്തത്തിൽ വീണു എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ആദ്യത്തെ ഒരു നമ്പറിന്, അതായത് n=1ന് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ എന്ന് നമ്മൾ ചെയ്ത് നോക്കുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ തള്ള് റെഡിയായി, ആദ്യത്തെ സൈക്കിൾ വീണു. എന്നിട്ട് ഞാൻ വിചാരിക്കുകയാണ് ഏതെങ്കിലും ഒരു നമ്പറിൽ ഇരിക്കുന്ന സൈക്കിൾ വീണു എന്ന് വിചാരിക്കുകയാണ്. അതായത് n=k, എനിക്കറിയില്ല അതെന്താണെന്നുള്ളത്. n=kക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് ഞാനങ്ങ് അസ്യൂം ചെയ്യുകയാണ്. n=kക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് ഞാനങ്ങ് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ n=k+1 കൂടി ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായി. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n=1 ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് n=kക്ക് നമ്മൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അത് നമ്മൾ വിചാരിക്കുകയാണ്, നമ്മുടെ അസംഷനാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ അസംഷൻ വെച്ചുകൊണ്ട് ആ അസംഷൻ്റെ സഹായത്തോടു കൂടി n=k+1 കൂടി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇത് മൂന്നും സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ hence by principle of mathematical induction clearly we can say that the statement is true for all natural numbers. Otherwise the statement is not true or the statement is incorrect. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് ശരിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അഥവാ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ചോദ്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് എക്സാമിനേഷന് വരുള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഒരു സിമ്പിളായിട്ടുള്ള ഉദാഹരണം ഞാൻ ആദ്യമേ തന്നെ ഡിസ്കസ് ചെയ്ത ഗോസിൻ്റെ വിശ്വപ്രശസ്തമായ വളരെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം എഴുതിക്കോളൂ. ഇതാണ് നമ്മുടെ സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് P(n). നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് P(n) എന്നൊന്നും തരില്ല, അങ്ങനെ എടുക്കണം നിർബന്ധമൊന്നുമില്ല, അല്ലാതെ വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് ശരിയാണോ തെറ്റാണോ നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കാൻ പോവാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: 1 + 2 + 3 + etc+n = n × n+1/2. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. 1 + 2 + 3 + etc+n = n × n+1/2. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വെരിഫൈ ചെയ്ത് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ച് ശ്രദ്ധിച്ചിരിക്കുക. n=1ന് ഇത് ശരിയാണോ നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്കിതിന് P(n) എന്ന് വിളിക്കാം. ലെറ്റ് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് എന്തെന്ന് വിളിക്കാം? P(n) എന്ന് വിളിക്കാം. P(n) എന്ന് പറയുന്നത് എന്താണ്? 1 + 2 + 3 + etc+n = n × n+1/2. ശ്രദ്ധിച്ചിരിക്കണേ. അടുത്ത എന്താണ്? P(1) ട്രൂ ആവണം. അതായത് P(1) ട്രൂ ആണെന്നുണ്ടെങ്കിൽ n-ന് നമ്മൾ 1 കൊടുക്കണം. n-ന് 1 കൊടുത്താൽ അതിൻ്റെ അർത്ഥം ഫസ്റ്റ് ടേം എന്നാണ്. ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് n-ന് 1 കൊടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഫസ്റ്റ് ടേം. n-ന് 2 കൊടുക്കാൻ പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 2 ടേംസ്. n-ന് 3 കൊടുക്കാൻ പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ്. അതാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ n-ന് 1 കൊടുക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. അതായത് ഫോർ n = 1 ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താണ്? ഫസ്റ്റ് ടേം 1 ആണ്. സപ്പോസ് ഈ 1 ഇവിടെ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. 2 തൊട്ടാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് ടേം എന്താണ്? ഫോർ n = 1 ഫസ്റ്റ് ടേം എന്താണ്? 2. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? 1 = നമ്മൾ റൈറ്റ് സൈഡിലും എന്ത് ചെയ്യണം? n-ന് 1 കൊടുക്കണം. ശ്രദ്ധിച്ചിരിക്കുക. റൈറ്റ് സൈഡിലും n-ന് എന്ത് കൊടുക്കണം? 1. കാരണം n-ന് നമ്മൾ കൊടുക്കുന്ന വാല്യൂ എന്താണ്? 1 ആണ്. സോ n = 1 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഫസ്റ്റ് ടേം ആണ്. റൈറ്റ് സൈഡിലും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? n-ന് 1 കൊടുക്കണം. 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 × 1+1/2 അല്ലേ? സോ ശ്രദ്ധിച്ചിരിക്കുക. 1 = 1 × 1+1 എന്താണ്? 2 അല്ലേ? 1 × 2/2. 2 ക്യാൻസൽ ചെയ്യാം. 1 = എന്ത് കിട്ടും? 1. അപ്പോൾ 1 = 1 എന്ന് പറയുന്നത് ശരിയാണോ തെറ്റാണോ? ട്രൂ ആണ്, ശരിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? therefore statement is true for n = 1. statement is true for n = 1. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ജോലി എന്താണ്? n = kക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം. അതിനുശേഷം n = k+1ന് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഇനി ചെയ്യാനുള്ള സ്റ്റെപ്സ്. അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ n = 1ന് സ്റ്റേറ്റ്മെൻറ്റ് ശരിയായി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അസ്യൂം ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n = k. n = kക്ക്
ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമ്മൾ വിചാരിക്കണം അഥവാ അസ്യൂം ചെയ്യണം. അതിനുശേഷം വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n is equal to k+1. n is equal to k+1 ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് തെളിയിച്ച് കാണിക്കുകയും വേണം. സോ അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റെപ്പുകളിലേക്ക് പോകാം. സോ അപ്പോൾ നമ്മൾ n is equal to 1 ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് അഥവാ ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തു. സോ n is equal to kക്ക് ഇനി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യണം അഥവാ p of k ട്രൂ ആണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യണം. ശ്രദ്ധിച്ചിരിക്കുക. അസ്യൂം that the statement is true for n is equal to k. ശ്രദ്ധിച്ചിരിക്കുക. n is equal to kക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് എന്ത് ചെയ്യുക? അസ്യൂം ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എല്ലാവർക്കും ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നൊരു സ്റ്റെപ്പാണ്. വളരെ നിസ്സാരമായിട്ട് എഴുതാൻ പറ്റുന്ന സ്റ്റെപ്പാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇക്വേഷനകത്ത് നിങ്ങൾ n കാണുന്നിടത്തെല്ലാം k ആക്കിയാൽ മാറ്റിയാൽ മതി. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടല്ലോ, തന്നിട്ടുള്ള ക്വസ്റ്റിനകത്ത് n കാണുന്നിടത്തെല്ലാം എന്താക്കിയാൽ മതി? k ആക്കിയാൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്ന സ്റ്റെപ്പാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പും വളരെ ഈസിയാണ്, സെക്കൻഡ് സ്റ്റെപ്പും വളരെ ഈസിയാണ്. തേർഡ് സ്റ്റെപ്പിൽ വരുമ്പോൾ മാത്രം കുറച്ച് സിംപ്ലിഫിക്കേഷൻ വരും. ഇത്രയേ ഉള്ളൂ ഇൻഡക്ഷൻ. സോ ശ്രദ്ധിച്ചിരിക്കുക. സെക്കൻഡ് സ്റ്റെപ്പിൽ n മാറ്റി നമ്മൾ എന്താക്കണം? k ആക്കണം. അതായത് ഗിവൺ സ്റ്റേറ്റ്മെൻറ്റിൽ n കാണുന്നിടത്തെല്ലാം എന്താക്കണം? k ആക്കണം. അപ്പോൾ എന്താ വരിക? 1 + 2 + 3 + etc. + n is equal to n പകരം എന്താക്കണം? k അല്ലേ? k is equal to ശ്രദ്ധിച്ചിരിക്കുക. n കാണുന്നിടത്തെല്ലാം k ആക്കണം. k is equal to k into k + 1 എന്താണ്? 2. k into k + 1/2. അപ്പോൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ n കാണുന്നിടത്തെല്ലാം ഞാൻ എന്താക്കി? n റീപ്ലേസ് ചെയ്തുകൊണ്ട് k ആക്കി മാറ്റി. ഓക്കെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്താണ്? n is equal to k + 1 ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കാണിക്കണം. അതായത് p of k + 1 ട്രൂ ആണെന്ന് നമ്മൾ ഷോ ചെയ്ത് കാണിക്കണം. ശ്രദ്ധിച്ചിരിക്കുക. വി നീഡഡ് ടു പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ n is equal to k + 1. അപ്പോൾ എന്താണ്? ഫോർ n is equal to k + 1. ശ്രദ്ധിച്ചിരിക്കുക. n is equal to k + 1 അഥവാ p of k + 1 എഴുതുന്നതിന് പ്രത്യേകിച്ച് ഒരു പ്രയാസവും ഇല്ല. നിങ്ങൾ നോക്കുക, p of kയുടെ ലെഫ്റ്റ് സൈഡ് അതേപോലെ നോക്കി എഴുതുക. p of kയുടെ ലെഫ്റ്റ് സൈഡ് അതേപോലെ നോക്കി എഴുതുക. അതായത് തൊട്ട് മേളത്തെ സ്റ്റെപ്പിൻ്റെ ലെഫ്റ്റ് സൈഡ് അതേപോലെ നോക്കി എഴുതുക. അതായത് 1 + 2 + 3 + etc. + k അതേപോലെ നോക്കി എഴുതുക. പ്ലസ് ഇനി നിങ്ങൾ ഈ പ്ലസ് ഇട്ടതിന് ശേഷം ഇടത്തോട്ട് നോക്കുക, ലെഫ്റ്റിലേക്ക് നോക്കുക. ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ k കാണുന്നുണ്ടോ? എവിടെയെങ്കിലും നോക്കുക. k കാണുന്നുണ്ട് അല്ലേ? ആ kയെ റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കണം? k + 1 ആക്കണം. അതാണ് k + 1. അപ്പോൾ പ്ലസ് അടുത്ത ടൈം എന്താണ്? k + 1. ഇത് എഴുതുക എന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു ഉദാഹരണം മാത്രം നിങ്ങൾക്കിത് എഴുതാൻ പ്രാക്ടീസിന് വേണ്ടിയാണ്. ഇപ്പോൾ 2 + 3 + 6 + ചുമ്മാ ഒരു ഉദാഹരണം എഴുതുകയാണെങ്കിൽ അതിന് സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമില്ല. k ഇൻറ്റു അല്ല k² ഇൻറ്റു k + 1 ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് വിചാരിക്കുക. n is equal to kക്ക് നമ്മൾ അസ്യൂം ചെയ്ത് നിർത്തിയ സാധനം അതിൻ്റെ ലെഫ്റ്റ് സൈഡ്. അപ്പോൾ ഫോർ n is equal to k + 1 ആകുന്ന സ്റ്റെപ്പിൽ എന്ത് വരും? പ്ലസ് എക്സ്ട്രാ വരുന്ന സാധനം എന്താണ്? ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി നിങ്ങൾ k കാണുന്നുണ്ട്, അത് മാറ്റി k + 1 ആക്കണം. അപ്പോൾ k + 1ൻ്റെ സ്ക്വയർ. ഇവിടെ ഈ k മാറ്റി എന്താക്കണം? k + 1. അപ്പോൾ എന്ത് വരും? k + 1 ഓൾറെഡി അവിടെ എന്ത് കിടപ്പുണ്ട്? ഒരു +1 കിടപ്പുണ്ട്. അപ്പോൾ k + 1 + 1 വരും. ശരിയല്ലേ? അപ്പോൾ എക്സ്ട്രാ വരുന്ന സാധനം എന്താണ്? k + 1 സ്ക്വയർ ഇൻറ്റു k + 2. ഓക്കെ, അപ്പോൾ ഒരു ലോജിക്ക് പിടികിട്ടാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഉദാഹരണം ശ്രദ്ധിച്ചിരിക്കുക. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പക്കയായിക്കോളും. ഒരു പ്രയാസമില്ല ഈ സംഭവം ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്ന് പറയുന്നത് ഫൈനൽ ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട്. ഇനി തീരെ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈനൽ ആൻസറെങ്കിലും എഴുതി വെച്ച് കണ്ണി പൊടിയിട്ട് മാർക്ക് മേടിക്കാൻ പറ്റുന്ന സംഗതിയാണിത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ദെൻ ഇവിടം വരെയുള്ള ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. തൊട്ട് മേളത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് 1 + 2 + 3 + etc. + k എന്ന് പറയുന്നത് എന്താണ്? k ഇൻറ്റു k + 1/2 ആണ്. സോ ഇവിടം വരെയുള്ള ഉത്തരം എന്താണ്? k ഇൻറ്റു k + 1/2 പ്ലസ് എക്സ്ട്രാ വന്ന ആളാരാണ്? k + 1 പ്ലസ് എന്താണ്? k + 1. ഇനി ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ശ്രദ്ധിച്ചിരിക്കുക. ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടേണ്ട ഉത്തരം എന്ന് പറയുന്നത് സൈഡിലേക്ക് പോയി നിങ്ങൾ ആദ്യമേ എഴുതി വെക്കണം. ഓക്കെ, ഇത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ കിട്ടേണ്ട ഉത്തരം എന്താണെന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്.
ഇതിനകത്ത് n മാറ്റി k+1 ആക്കുക, n മാറ്റി k+1 ആക്കുക. ആ ഉത്തരമായിരിക്കണം ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ കിട്ടേണ്ടത്. അങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് 100% കൺഫേം ചെയ്യാം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ അനുസരിച്ച് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. സോ കിട്ടേണ്ട ഉത്തരം ഞാൻ എഴുതി വെക്കുകയാണ്. ഇവിടെ n മാറ്റി k+1 ആക്കിയാൽ k+1, ഇവിടെ n മാറ്റി k+1 ആക്കിയാൽ k+1+1 വരും. എന്താണ്? k+2 ഡിവൈഡഡ് ബൈ 2. സോ ഇതാണ് നമുക്ക് കിട്ടേണ്ട ഉത്തരം, k+1 ഇൻറ്റു k+2/2. ഈ ഉത്തരമാണ് എനിക്ക് കിട്ടേണ്ടത്. ഇത് കിട്ടുന്നവരെ ഇവനെ സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഓക്കെ, പ്രഥമ ദൃഷ്ട്യ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? k+1 കോമൺ എടുക്കാൻ പറ്റും. k+1 പുറത്തെടുത്താൽ ബാക്കി എന്താ വരിക? k+1 ഈ ടേമിൽ നിന്ന് k+1 പുറത്തു പോയാൽ ബാക്കി k/2 വരും, പ്ലസ് ഇവിടുന്ന് k+1 പുറത്തു പോയാൽ ബാക്കി 1 വരും. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ തിരിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. k ഇൻറ്റു k+1/2 പ്ലസ് 1 ഇൻറ്റു k+1 ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇവിടെ ബൈ 1 കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു k+1 ഇൻറ്റു ഇവിടെ ക്രോസ് ചെയ്താൽ എന്താ വരിക? k ഇൻറ്റു 1k പ്ലസ് 1 ഇൻറ്റു 2/2. സോ ആൻസർ എന്താണ് വരിക? k+1 ഇൻറ്റു k+2 ഡിവൈഡഡ് ബൈ 2. k+1 ഇൻറ്റു k+2 ഡിവൈഡഡ് ബൈ 2. കിട്ടേണ്ട ഉത്തരം കിട്ടിയോ? k+1 ഇൻറ്റു k+2 ഡിവൈഡഡ് ബൈ 2. സോ കിട്ടേണ്ട ഉത്തരം കിട്ടിയത് കൊണ്ട് നമുക്ക് പറയാം ഹെൻസ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് അടങ്ങുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ ശരിയാണെന്ന് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. ഫൈനലി നിങ്ങൾ എന്ത് എഴുതണം? ഇത് എഴുതുന്നതിന് മാർഗമുണ്ട്. അപ്പോൾ ഇത്ര എഴുതിയതിന് ശേഷം നിങ്ങൾ എഴുതുക. ശ്രദ്ധിച്ചിരിക്കുക, ഇത്ര എഴുതിയതിന് ശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതണം hence by principle of mathematical induction, hence by principle of mathematical induction the statement is true for all natural numbers, the statement is true for all natural numbers. ഓക്കെ, അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. നമ്മുടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് 1 അല്ലെങ്കിൽ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? n = 1ന് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവണം. സെക്കൻഡ് സ്റ്റെപ്പ് n = kക്ക് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് അസ്യൂം ചെയ്യണം. തേർഡ് സ്റ്റെപ്പ് n = k+1ന് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഓക്കെ, ദെൻ ഇനിയിപ്പം നിങ്ങൾക്ക് കണ്ണിപ്പൊടിയിടാന്ന് ഞാൻ പറഞ്ഞത് പ്രത്യേകിച്ചൊന്നുമല്ല. ഈ സ്റ്റെപ്പ് വരെ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് എഴുതി വരാം, ഈ സ്റ്റെപ്പ് വരെ. എന്നിട്ട് ഇതാണ് കിട്ടേണ്ട ഉത്തരവെന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇടയിൽ വരുന്ന 2 സ്റ്റെപ്പുകളുണ്ടല്ലോ, ആ 2 സ്റ്റെപ്പുകൾ എന്തെങ്കിലുമൊക്കെ ക്രോസ് മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറയുന്നത്. പറ്റാത്തവർ നേരിട്ട് ഇതങ്ങ് എഴുതി വെക്കുകയെങ്കിലും ചെയ്യാം. ഓക്കെ, പറ്റാത്തവർ ഇത് 2 സ്റ്റെപ്പേ ഇടയ്ക്ക് വന്നുള്ളൂ, ഒരുപാട് സ്റ്റെപ്പുകൾ ഇടയ്ക്ക് വരുന്ന ചോദ്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനത്തെ ചോദ്യങ്ങളും തീർച്ചയായിട്ടും എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കണം. എങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന പോലെ ചെയ്തിട്ട് ഫൈനലി ഉത്തരം നമുക്ക് തെറ്റാതെ എഴുതാൻ പറ്റും. ഉത്തരം ഏതാണ്? ഈ നമ്മുടെ ഗിവൺ ക്വസ്റ്റിനകത്ത് റൈറ്റ് സൈഡിൽ n മാറ്റി k+1 ആക്കുന്നതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ഉത്തരം. ഇതേ പ്രൊസീജിയർ തന്നെയാണ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിനി ഫോളോ ചെയ്യാൻ പോകുന്നത്. അവസാനത്തെ കുറച്ച് മാത്രം ഡിവിഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഡയറക്റ്റ് എന്നിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. എന്നിലുള്ള തന്നെ ഡിവിസിബിൾ ബൈ 11 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ്, 7n - 4n is divisible by 3 എന്നൊക്കെ പറഞ്ഞ, അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 3 എന്നൊക്കെ പറഞ്ഞ ഒരുപാട് അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് സോൾവ് ചെയ്ത് പഠിക്കണം. അത് ഏറ്റവും അവസാനം നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ മാത്രം മതി. അവിടെ ഈ പ്രൊസീജിയേഴ്സ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, പക്ഷെ ചെയ്തെടുക്കുന്നതിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്ന് മാത്രം. അത് നിങ്ങൾക്ക് അന്നേരം ഈസി ആയിട്ട് പഠിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. 3 മാർക്കിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഫോർ ഓൾ n > 1 പ്രൂവ് ദാറ്റ് 1 ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് 1.2 എന്ന് വായിക്കരുത്, 1 × 2 എന്ന് വേണം വായിക്കാൻ. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ജനറലി ഉള്ള എന്നിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള, അതായത് നാച്ചുറൽ നമ്പേഴ്സിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ കാണിക്കാനായിട്ട് നമ്മൾ പോയിന്റ് ഇട്ട് കാണിക്കുന്ന എല്ലാം ഇൻറ്റു ആണെന്ന് മനസ്സിലാക്കണം. അതായത് ഒരു ഡോട്ടാണ് ഇൻറ്റുവിന് പകരം നമ്മൾ യൂസ് ചെയ്യുക.
1.2 2.3 എന്ന് വായിക്കരുത്. 1/1 into 2 പ്ലസ് 1/2 into 3 പ്ലസ് 1/3 into 4 എന്ന് വേണം വായിക്കാൻ. പ്ലസ് എക്സെട്ര പ്ലസ് 1/n into n plus 1 equal to n/n plus 1. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? n is equal to 1-ന് നമ്മളിത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ പി ഓഫ് എൻ എന്നൊക്കെ എടുക്കാം സ്റ്റേറ്റ്മെൻറ്റ്. എന്നിട്ട് പി ഓഫ് 1, പി ഓഫ് കെ പ്ലസ് 1 അങ്ങനെയൊക്കെ എടുക്കാം. ഞാൻ അങ്ങനെ ആദ്യം ഒന്ന് കാണിച്ചു തന്നത് മിക്കവാറും സ്കൂളിൽ അങ്ങനെയായിരിക്കും പഠിപ്പിക്കാൻ സാധ്യത ചില ടീച്ചേഴ്സൊക്കെ. അതിൻ്റെ ആവശ്യം ശരിക്കും ഇല്ല. നമുക്ക് n is equal to 1, n is equal to k, n is equal to k plus 1 അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, ഞാനിപ്പം ഇനി എഴുതാൻ പോകുന്ന ചോദ്യങ്ങളല്ല അങ്ങനെയായിരിക്കും എഴുതുന്നത്. മറ്റേ രീതിയിൽ വേണമെങ്കിലും എഴുതാം. നൊട്ടേഷൻ വൈസ് വരുന്ന വ്യത്യാസങ്ങളേ ഉള്ളൂ, മെത്തേഡിൽ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ ആദ്യം എന്താണ്? ഫോർ n is equal to 1, n is equal to 1. ഇതാകുമ്പോൾ എഴുതാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ഈസി ആയിട്ട്. ഫോർ n is equal to 1, n is equal to 1 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പഠിപ്പിച്ച കൺസെപ്റ്റ് മനസ്സിലേക്ക് വരിക. n is equal to 1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫസ്റ്റ് ടേം അല്ലേ? n is equal to 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ടേം ആണ്, മറന്നു പോകരുത്. n is equal to 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം അല്ല, സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം. കാരണം ഇതൊരു സമ്മേഷൻ സീരീസ് അല്ലേ. n is equal to 3 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം. ഓക്കെ, അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഉപയോഗം വരുന്നില്ല. n is equal to 1 ഫസ്റ്റ് ടേം, അടിപൊളി. സോ n is equal to 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്താണ്? 1/1 into 2 ഈക്വൽ ടു, നേരെ റൈറ്റ് സൈഡിലേക്ക് പോവാം. റൈറ്റ് സൈഡിൽ നിങ്ങൾ എന്ത് ചെയ്യണം? n-ന് 1 കൊടുക്കണം. ഓക്കെ, അന്നേരം LHS ഈക്വൽ ടു RHS എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്നാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ n-ന് 1 കൊടുത്താൽ എന്ത് വരും? 1/1 into അല്ല 1/1 plus 1 അല്ലേ? 1/1 plus 1. ഇവിടെ n-ന് 1 കൊടുത്താൽ 1/1 plus 1. സോ 1/1 into 2 എന്താണ്? 2 ഈക്വൽ ടു 1/1 plus 1 എന്താണ്? 2. ഹാഫും സെയിം അല്ലേ? സെയിം പിച്ച് അല്ലേ? സോ 1/2 ഈക്വൽ ടു 1/2 ആയതുകൊണ്ട് 100% ഉറപ്പിച്ച് പറയാം. Therefore the statement is true for n is equal to 1. Therefore the statement is true for n is equal to 1. n is equal to 1 in statement എന്താണെന്ന് കാണിച്ചു, നമ്മൾ ശരിയാണെന്ന് കാണിച്ചു. ഇനി അടുത്ത ജോലി എന്താണ്? assume that the statement is true for n is equal to k. assume that the statement is true for n is equal to k. n is equal to k ക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അഥവാ ട്രൂ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പ് എഴുതാൻ ഏത് കുഞ്ഞിന് എളുപ്പമാണ്? എന്താണ് മക്കളെ അടുത്ത സ്റ്റെപ്പ്? വളരെ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് പറയാമല്ലോ. ഈ ഒരു ഇക്വേഷൻ നോക്കി, അതായത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കി n മാറ്റി എന്താക്കിയാൽ മതി? k ആക്കിയാൽ മതി. തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾ എവിടൊക്കെ n കാണുന്നുണ്ടോ അതെല്ലാം മാറ്റി എന്താക്കിയാൽ മതി? k ആക്കിയാൽ മതി. എളുപ്പമല്ലേ? സോ ഒന്ന് എഴുതി നോക്കാം നമുക്ക്, ശ്രദ്ധിച്ചിരിക്കുക. സോ n is equal to k ക്ക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്താൽ അടുത്ത സ്റ്റെപ്പ് എന്താണ് വരിക? 1/1 into 2 പ്ലസ് 1/2 into 3 പ്ലസ് 1/3 into 4 പ്ലസ് എക്സെട്ര പ്ലസ് 1 ഞാൻ n കണ്ടു k ആക്കി, ഇൻറ്റു n plus 1 കണ്ടു k plus 1 ആക്കി, ഈക്വൽ ടു n കണ്ടു k ആക്കി, താഴെയും n കണ്ടു k ആക്കി. ഓക്കെ, k/k plus 1. അപ്പോൾ n കാണുന്നിടത്തെല്ലാം മാറ്റി എന്താക്കണം? k. അപ്പോൾ ഇതാണ് നമ്മുടെ n is equal to k ക്കുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇത് ശരിയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ആളെ കൂടെ ഒന്ന് ശരിയാക്കി കാണിക്കുക, എന്നിട്ട് ഞാൻ സമ്മതിക്കാം. hence by principle of mathematical induction the statement is true for all natural numbers n എന്ന്. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്താണ്? n is equal to k plus 1 കൂടി ഇവൻ ശരിയാണ് എന്ന് നമ്മൾ കാണിച്ചാൽ പറയാൻ പറ്റും മുമ്പേ പറഞ്ഞ സംഭവം the statement is true for all natural numbers n എന്ന്. hence by principle of mathematical induction. സോ അടുത്ത സ്റ്റെപ്പ് എന്താണ്? for n is equal to k plus 1. for n is equal to k plus 1. ശ്രദ്ധിക്കുക, ഇത് ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നിടത്താണ് നിങ്ങളുടെ ബ്രില്യൻസ്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യേണ്ട അല്ലേ? കുറച്ചെങ്കിലും ശ്രദ്ധിച്ച് ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. വളരെ നിസ്സാരം. ഒന്നും മനസ്സിലാകാത്തവർക്ക് ഇത്രയേ ഉള്ളൂ വഴി. നേരെ ലെഫ്റ്റ് സൈഡ് അതേപോലെ നോക്കി എഴുതുക, എന്നിട്ട് ഒരാളെയും കൂടെ എഴുതണം കേട്ടോ. ആ ആളെ എഴുതുന്ന വഴി മുമ്പേ പറഞ്ഞു, ലെഫ്റ്റിലോട്ട് നോക്കി k കാണുന്നിടത്തെല്ലാം k plus 1 ആക്കി,
അടുത്ത ടേം അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ കെ വരെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ലെഫ്റ്റ് സൈഡ് അതേപോലെ അങ്ങ് നോക്കി എഴുതിക്കേ. n = k+1 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടം വരെ നോക്കി എഴുതുക. അതായത് 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് എക്സെട്ര പ്ലസ് 1/k × k+1 പ്ലസ് ഒരാളും കൂടെ വരും. യവനാണ് പുലി. അടുത്ത വരാൻ പോകുന്നവനാണ് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവൻ. അവനെ എഴുതാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലടേ. ലെഫ്റ്റിലോട്ട് നോക്കി കെ മാറ്റി എന്താക്കിയാൽ മതി, k+1 1/ ഇവിടെ കെ കണ്ടു, അവനെ മാറ്റി k+1 ആക്കി, ഇൻറ്റു ഇവിടെ ഞാനൊരു കെ കണ്ടു, അവനെ മാറ്റി k+1 ആക്കി, പ്ലസ് ഒരു 1 കൂടെ ഉണ്ട്, അവനും കൂടെ ചേർന്ന് എന്താവും k+2. ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് കാച്ചിക്കൂടെ? ഒറ്റ സ്റ്റെപ്പിൽ എഴുതി വിടാനുള്ളതേ ഉള്ളൂ. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കെ കണ്ടു, മാറ്റി k+1 ആക്കി, ഇവിടെ ഞാൻ കെ കണ്ടു, k+1 ആക്കി, പ്ലസ് ഒരു 1 കൂടെ കിടപ്പുണ്ട്. അപ്പോൾ k+1 + 1 k+2 പക്ക. ശ്രദ്ധിച്ചിരിക്കുക. ഇവിടം വരെയുള്ള ഉത്തരം നമ്മുടെ കയ്യിലുണ്ട്. ഇവിടം വരെയുള്ള ഉത്തരം തൊട്ട് മേളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ്? 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് എക്സെട്ര പ്ലസ് 1/k × k+1. എന്താണ് ഉത്തരം? k/k+1 k/k+1 പ്ലസ് എക്സ്ട്രാ വരുന്ന ആളാരാണ്? 1/k+1 × k+2 1/k+1 × k+2. ഇവനെ സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഉത്തരം ഇപ്പോഴേ നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഇപ്പോഴേ എഴുതി വെക്കാം. ഈ സ്റ്റെപ്പ് ആകുന്ന സ്റ്റെപ്പിൽ തന്നെ എഴുതി വെച്ചോണം. നമുക്ക് കിട്ടേണ്ട ഫൈനൽ ഉത്തരം എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. ഈ ഇക്വേഷനിൽ n മാറ്റി k+1 ആക്കുന്നതാണ് അല്ലേ? n = k+1 ശരിയാണെന്ന് കാണിക്കേണ്ടത്. ഈ റൈറ്റ് സൈഡിൽ n മാറ്റി k+1 ആക്കുമ്പോൾ എന്ത് വരും? k+1 ഡിവൈഡഡ് ബൈ k+1 + 1, അതായത് k+1/k+2 k+1/k+2. ഇവനെയാണ് നമുക്ക് കിട്ടേണ്ടത്. k+1/k+2 കിട്ടേണ്ടത്. ഇവനെ കിട്ടിയാൽ സംഭവം സെറ്റ്, ഫുൾ മാർക്ക് ഇങ്ങി പോകുന്നുള്ളൂ. ഇനി ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല, എന്തേലുമൊക്കെ കണ്ണി പൊടിയിട്ട് കാണിച്ചു വെച്ചിട്ട് അവസാനം ആരെഴുതി വെച്ചോണം. കിട്ടാത്തവരുടെ കാര്യമാണ് പറയുന്നത്. ചില ടീച്ചേഴ്സ് അത് കണ്ടുപിടിച്ചാൽ മാർക്ക് കുറയ്ക്കും, 1 മാർക്ക് 1/2 മാർക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇനി ഒരു രക്ഷയില്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് ഇതങ്ങ് എഴുതി വെച്ചോണം. ഓക്കെ, ഫൈനൽ ഉത്തരവായിട്ട്. ഇനി മര്യാദയ്ക്ക് ചെയ്യുന്നവർ എങ്ങനെ ചെയ്യണമെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇവനെ സോൾവ് ചെയ്ത് ഇവനിൽ എത്തിക്കാൻ ശ്രമിക്കണം മാക്സിമം. തീരെ രക്ഷയില്ലെങ്കിൽ എഴുതി വെച്ചോണം. ഓക്കെ, ദെൻ നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്യാം. യെസ്, ബാക്കി സ്റ്റെപ്പ് നോക്കാം മക്കളെ. സോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ 2 ടേംസിൽ നിന്നും വ്യക്തവും ശക്തവുമായിട്ട് നമുക്ക് ആരെ പുറത്തെടുക്കാം? 1/k+1 പുറത്തെടുക്കാം. ശരിയല്ലേ? 1/k+1 പുറത്തെടുക്കാം. സോ 1/k+1 ഔട്ട്സൈഡ് എടുത്താൽ എന്ത് വരും? 1/k+1 ഔട്ട്സൈഡ് എടുത്താൽ ശ്രദ്ധിച്ചിരിക്കുക, 1/k+1 പുറത്തു വന്നാൽ ബാക്കി ആരാണ്? k പ്ലസ് ഇവിടുന്ന് 1/k+1 പുറത്തു വന്നാൽ ബാക്കി ആരാണ്? 1/k+2 അല്ലേ? 1/k+2. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ k+1 ഇൻറ്റു ഇവിടെ ഒരു ബൈ 1 കൊടുത്തിട്ട് എന്ത് ചെയ്യണം? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. k × k+2 പ്ലസ് 1 × 1 1 ബൈ 1 × k+2 എന്താണ്? k+2. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം നമുക്ക്. 1/k+1 ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? k², k × k k² പ്ലസ് 2 × k 2k പ്ലസ് 1 ഡിവൈഡഡ് ബൈ k+2. So this is equal to 1/k+1 ഇൻറ്റു, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ന്യൂമറേറ്ററിൽ കാണുന്ന ആളാരാണ്? k² പ്ലസ് 2k പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? ആരുടെയെങ്കിലും മനസ്സിലേക്ക് വന്നോ? k² പ്ലസ് 2k പ്ലസ് 1 എന്താണെന്നുള്ളത്? k+1 ദി ഹോൾ സ്ക്വയർ. k+1ൻ്റെ ഹോൾ സ്ക്വയർ ആണ് ആര്? k² പ്ലസ് 2k പ്ലസ് 1. a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ k+1 ഹോൾ സ്ക്വയർ k² പ്ലസ് 2 ഇൻറ്റു k ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു k² പ്ലസ് 2k പ്ലസ് 1 കിട്ടത്തില്ലേ? ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ k² പ്ലസ് 2k പ്ലസ് 1 എന്ന് പറയുന്ന ആരാണ്? k+1ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, സോ k² പ്ലസ് 2k പ്ലസ് 1 ആരാണ്? k+1 ഹോൾ സ്ക്വയർ. ഇത് നിങ്ങൾ a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാൻ നോക്കിയോളൂ. a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? a² പ്ലസ് 2ab പ്ലസ് b സ്ക്വയർ. അപ്പോൾ അതനുസരിച്ച് k² പ്ലസ് 2 ഇൻറ്റു k ഇൻറ്റു 1 2k പ്ലസ് 1 സ്ക്വയർ 1. സോ k² പ്ലസ് 2k പ്ലസ് 1 തിരിച്ചു കിട്ടുന്നുണ്ട്. ബൈ ആര് കിടപ്പുണ്ട്? ഒരു k+2 കിടപ്പുണ്ട്. ആരൊക്കെ ക്യാൻസൽ ആയി പോകും?
കെ പ്ലസ് വണ്ണും കെ പ്ലസ് വണ്ണും ക്യാൻസൽ ആയി പോകും അല്ലേ. ഒരു കെ പ്ലസ് വണ്ണും മുകളിൽ 2 കെ പ്ലസ് വൺ ഉണ്ട്, താഴെ ഒരു കെ പ്ലസ് വൺ. അപ്പം ഒരു കെ പ്ലസ് വണ്ണും കെ പ്ലസ് വണ്ണും വെട്ടിപ്പോയിട്ട് ഫൈനൽ ആൻസർ എന്ത് കിട്ടും നമുക്ക്? കെ പ്ലസ് വൺ ബൈ കെ പ്ലസ് ടു. കിട്ടേണ്ടവനെ കിട്ടിയാ? കെ പ്ലസ് വൺ ബൈ കെ പ്ലസ് ടു ആയിരുന്നു കിട്ടേണ്ടത്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ പ്രത്യേകത എന്താണ്? ഉത്തരം കൺഫേം ചെയ്യാം, മാർക്ക് പോയിട്ടില്ല എന്ന് 100% ഉറപ്പിക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയുള്ള ചാപ്റ്ററുകളിൽ, പ്രോബബിലിറ്റി പോലെയുള്ള ചാപ്റ്ററുകളിൽ, റീസണിങ് ഒക്കെ ഏകദേശം നമുക്ക് കൺഫേം ചെയ്യാം. ഈ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? കിട്ടിയത് ശരിയാണോ? ഒരു നമ്പറൊക്കെ ഉത്തരം കിട്ടുമ്പോൾ അത് ശരിയാണോ അല്ലേന്ന് നമുക്കറിയില്ല, നമ്മൾ ചെയ്ത് ഒരു ഉത്തരത്തിലെത്തുന്നു എന്ന് മാത്രം. പക്ഷേ ഇൻഡക്ഷൻ്റെ പവർ എന്താണ്? വി ക്യാൻ ഫൈനലൈസ് ദി ആൻസർ. ഇവൻ ശരിയാണ്, ഇവൻ്റെ ഉത്തരം ശരിയാണ്, കിട്ടി 3 മാർക്ക് എന്ന് ഉറപ്പിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ 4 മാർക്ക്. ചില ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്, അതൊക്കെ വളരെ അപൂർവമായിട്ട് ചോദിച്ചിട്ടുള്ളൂ. ചോദിക്കുവാണെങ്കിൽ 6 മാർക്കിന് വരെ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ, എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യണം അടിപൊളിയായിട്ട് തന്നെ. സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മുടെ ചോദ്യം, നെക്സ്റ്റ് പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കുക. പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 1 + 3 + 3² + etc. + 3n-1 is equal to 3n-1/2. ശ്രദ്ധിച്ചിരിക്കണേ. ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദി മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഫോർ പബ്ലിക് എക്സാം ഫ്രം ദി ചാപ്റ്റർ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ നിന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുടച്ച് പറയും ഇതാണ് ആ ചോദ്യം. കാരണം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും പഠിച്ചു വെക്കണം. 3 മാർക്കിനാണ് ഈ ഒരു ചോദ്യം എക്സാമിന് വരിക. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ സ്ഥിരം കലാപരിപാടികൾ ആരംഭിക്കാം. ഫോർ n is equal to 1, n is equal to 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, ഇവിടുത്തെ ഫസ്റ്റ് ടേം 1, റൈറ്റ് സൈഡിൽ n മാറ്റി 1 കൊടുക്കുക. 3^1 - 1/2, 1 is equal to 3^1 3 - 1/2, 1 is equal to 3 - 1 2/2, 1 is equal to 2/2 1. ഓക്കെ, സോ പക്കയാന്ന് വിചാരിക്കുന്നു. 1 = 1 എന്താണ്? ശരിയാണ്, ട്രൂ ആണ്. Therefore the statement is true for n is equal to 1. The statement is true for എന്താണ്? n is equal to 1. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? assume that the statement is true for n is equal to k. n is equal to kക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യുകയാണ് ചെയ്യേണ്ടത് അല്ലേ. assume that the statement is true for n is equal to k. true for n is equal to k. n is equal to kക്ക് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിനകത്ത് n മാറ്റി എല്ലാം എന്താക്കണം? k ആക്കണം. ഓൾറെഡി അറിയാം അല്ലേ. 1 + 3 + 3² + etc. + 3k - 1 = 3k - 1/2 അല്ലേ. 3k - 1 എന്താണ്? 2. ഓക്കെ എന്ന് വിചാരിക്കുന്നു. assume that the statement is true for n equal to 1, n equal to k അല്ലേ. n equal to kക്ക് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് n എല്ലാം മാറ്റി എന്താക്കണം? k ആക്കണം. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രൂവ് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ n equal to k + 1. അപ്പോൾ എന്താണ്? ഫോർ n is equal to k + 1. n equal to k + 1 ആകുന്ന കേസിൽ എന്താണ്? ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ അതേപോലെ നോക്കി എഴുതാം. ലെഫ്റ്റ് സൈഡ് അതേപോലെ നോക്കി എഴുതുമ്പോൾ എന്ത് വരും? 1 + 3 + 3² + etc. + 3k - 1 പ്ലസ് അടുത്ത വരാൻ പോകുന്ന ടേം എന്താണ്? k മാറ്റി ആരാക്കിയാൽ മതി? k + 1 ആക്കിയാൽ മതി അല്ലേ. 3k + 1 - 1 എന്ന് വരും. ഓക്കെ, ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ +1 - 1 എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്ത് കളയാം. ഈക്വൽ ടു ഇവിടം വരെയുള്ള ഉത്തരം എന്താണ്? 1 + 3 + 3² + etc. + 3k - 1ന്റെ ഉത്തരം എന്താണ്? 3k - 1/2. മുകളിൽ നോക്കി ഉത്തരം എഴുതാം അല്ലേ. ഇവിടം വരെയുള്ള ഉത്തരം എന്താണ്? മുകളിൽ കിടപ്പുണ്ട് 3k - 1/2 പ്ലസ് എക്സ്ട്രാ വരുന്ന ആളാരാണ്? 3k. ഇനി ഇവനെ സോൾവ് ചെയ്ത് കിട്ടേണ്ട ഉത്തരം ഇപ്പോഴേ എഴുതി വെച്ചൂടെ? എന്താണ് ഇവനെ സോൾവ് ചെയ്ത് കിട്ടേണ്ട ഉത്തരം? നമ്മുടെ RHSൽ n മാറ്റി k + 1 ആക്കണം അല്ലേ. 3k + 1 - 1/2. ഈ ഉത്തരമാണ് നമുക്ക് സോൾവ് ചെയ്ത് കിട്ടേണ്ട ഉത്തരം. ഓക്കെ എന്ന് വിചാരിക്കുന്നു.
ദെൻ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇവനെ സോൾവ് ചെയ്ത് ഇവനിലേക്ക് എത്തിക്കുന്ന പരിപാടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഏത് ഫോമിലാണ് കിടക്കുന്നത്? എ മൈനസ് ബി ബൈ സി എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത് അല്ലേ? എ മൈനസ് ബി ബൈ സി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എ ബൈ സി മൈനസ് ബി ബൈ സി എന്നാക്കാം. ഓക്കെ, സോ അതിനനുസരിച്ച് ഇവിടെ എന്ത് വരും? 3k/2 മൈനസ് 1/2 പ്ലസ് 3k എന്ന് വരും. ശരിയാണല്ലോ? ഇനിയിപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുക? 3k ഉള്ളവരെയൊക്കെ ഒരുമിച്ചാക്കുക, അല്ലാത്തവരെയൊക്കെ അതിനുശേഷം എഴുതുക. ആദ്യത്തെ ടേമിലും അവസാനത്തെ ടേമിലും 3k ഉണ്ട്, അത് ഞാൻ ഒരുമിച്ച് എഴുതാണ്. 3k/2 പ്ലസ് 3k മൈനസ് 1/2. സോ ആദ്യത്തെ രണ്ട് ടേംസിൽ നിന്ന് നമുക്ക് ആരെ ഔട്ട്സൈഡ് എടുക്കാം? 3k ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, 3k ഔട്ട്സൈഡ് എടുക്കുമ്പോൾ എന്താ വരിക? 3k ഇൻറ്റു 1/2 പ്ലസ് 1 മൈനസ് 1/2 എന്ന് വരും. ബൈ 1 കൊടുത്ത് ക്രോസ് ചെയ്താൽ 3k ഇൻറ്റു 1 പ്ലസ് 2/2 എന്ന് വരും. ശരിയല്ലേ? മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. 1 plus 2/2 minus 1/2. So this is equal to 3k into 1 plus 2 എന്താണ്? 3/2 minus 1/2. So this is equal to ഇതെന്താണ്? 3k into 3 എനിക്ക് 3/1 എന്ന് എഴുതാമല്ലോ. a/m into a/n എന്താണ്? a/m into a/n എന്താണ്? a/m plus n. അതനുസരിച്ച് 3k into 3/1 എന്താണ്? 3k plus 1 by 2 minus 1/2. ഇനി നിങ്ങൾ നോക്കിയേ, ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാമല്ലോ. k plus 1 minus 1 whole by 2. സോ കിട്ടേണ്ട ആളെ കിട്ടിയോ നോക്കിയേ? 3k plus 1 minus 1 whole by 2. 3k plus 1 minus 1 whole by 2. ഓക്കെ എന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്സ്. പെട്ടെന്ന് സ്റ്റെപ്സ് ഒന്ന് റിവൈസ് ചെയ്യാം. n = 1 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവണം. n = k സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് n = k + 1 സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. ഇതാണ് നമ്മുടെ 3 സ്റ്റെപ്പുകൾ. യെസ്, സോ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഫൈനലായിട്ട് കിട്ടാൻ പോകുന്ന ഉത്തരം നമുക്ക് നേരത്തെ എഴുതി വെക്കാൻ പറ്റും. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ഉൾപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പ്രൂഫ് ടൈപ്പ് മെത്തേഡാണ്, അല്ലെങ്കിൽ പ്രൂഫ് ടെക്നിക്കാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അവസാനത്തെ സ്റ്റെപ്പ് ഒരിക്കലും മറന്നു പോകരുത് എഴുതാൻ. 100% അത് എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഇത്ര എഴുതിയതിന് ശേഷം നിങ്ങൾ എന്ത് എഴുതണം? ഹെൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഓക്കെ, ആ സ്റ്റേറ്റ്മെൻറ്റും കൂടെ എഴുതിയേക്കാം. Therefore by principle of mathematical induction, hence by PMI or hence by PMI എന്ന് എഴുതിയാൽ മതി. hence by PMI the statement is true for all natural numbers. The statement is true for all natural numbers n. all natural numbers n. The statement is true for all natural numbers n. Okay, അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.